നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം മഹേശ്വര, ഓം വിഘ്നേശ്വര പാർവതി അമ്മേ ഭഗവതി നമോ നമഃ. ഓം സുബ്രഹ്മണ്യസ്വാമി നമോ നമഃ. ഓം അയ്യപ്പസ്വാമി നമോ നമഃ. കാളികാളി ദേവി നമോ നമഃ. ഓം ദുർഗാദേവി നമോ നമഃ. പൂർണേശ്വരി ദേവി നമോ നമഃ. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 മെയ് മാസം അവസാനത്തോടു കൂടി നടക്കുന്ന ചില ഭാഗ്യദായകമായ ഗ്രഹമാറ്റങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ഗ്രഹമാറ്റങ്ങൾക്ക് 5 രാശി നക്ഷത്ര ജാതർക്ക് ഭാഗ്യവും ഉണ്ടാകുന്നു. അത് ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ആ ഗ്രഹഭാഗ്യം എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. 2026 മെയ് മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ 5 കൂറുകാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് വലിയ ഭാഗ്യമുണ്ടാകുന്നു. ഈ കൂറുകാരിൽ ലഭിക്കുന്ന ഭാഗ്യങ്ങളും ഭാഗ്യം വന്നു ചേരാനുള്ള ദോഷങ്ങൾ അകറ്റുന്നതിനുള്ള മാർഗങ്ങളുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആദ്യത്തേത് അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടക്കൂറുകാരാണ്. മേടക്കൂറുകാരുടെ രാശിനാഥനായ ചൊവ്വയുടെ അനുകൂല അവസ്ഥയും ധനസ്ഥാനത്തെ ഗ്രഹമാറ്റങ്ങളും വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴി തുറക്കും എന്നുള്ളതാണ്. വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന വലിയ തുകകൾ തീർച്ചയായും തിരികെ എത്തും എന്നുള്ളതാണ് പ്രധാനമായി പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരികെ വന്നു ചേരും. അതുപോലെ തന്നെ വലിയ കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാൻ കഴിയും. 2026 മെയ് മാസം അവസാനത്തോടു കൂടി നടക്കുന്ന ഗ്രഹമാറ്റങ്ങളിലൂടെ തീർച്ചയായിട്ടും ഈ നക്ഷത്ര രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെതായിരിക്കുന്ന സൽസമയം തന്നെയാണ്. അതുപോലെ തന്നെ മേടം രാശി നക്ഷത്ര ജാതർക്ക് തൊഴിൽ സ്ഥാനത്ത് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഒക്കെ വന്നു ചേരാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വൻ ലാഭം അവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങാൻ ഇവർക്ക് യോഗ്യത കാണുന്നു. മേടക്കൂറുകാരായ നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം 2026 മെയ് മാസം അവസാനത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യദായകമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരുന്നവരാണ്. ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ വിചാരിച്ച് ഇരിക്കുന്നതിൽ കവിഞ്ഞ തരത്തിൽ സമ്പത്ത് വന്നു ചേരുന്നതിന് സാധ്യമാകും. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചുവന്ന അരുളിപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുക. ദിവസേന ഓം ശരവണഭവ എന്ന മന്ത്രം 21 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിക്കുക. ഇത് ദോഷപരിഹാരങ്ങൾക്ക് സാധ്യമാകും. അടുത്തത് ഇടവക്കൂറുകാരാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി ചേരുന്ന ഇടവക്കൂറ്
ഇടവ രാശിയിലാണ് ബുധാദിത്യ രാജയോഗം സംഭവിക്കുന്നത്. കൂടാതെ രാശിനാഥനായ ശുക്രൻ അനുകൂലമായ ഭാവത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇവ കൊണ്ട് ഇടവം രാശി നക്ഷത്ര ജാതർക്ക് ജീവിതത്തിലെ ഏറ്റവും സുവർണകാലം എന്നറിയപ്പെടുന്ന സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. ഇടവക്കൂറുകാരുടെ വ്യക്തിത്വത്തിലും ജീവിതത്തിലും വളരെ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിലും തൊഴിൽ മേഖലയിലും വളരെ ബഹുമാനം ലഭിക്കും. അതുപോലെ കീർത്തി കേൾക്കുന്നതിനും കാരണമാകും. ബിസിനസ്സൊക്കെ നവീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് വലിയ ലാഭം പ്രതീക്ഷിക്കാൻ കഴിയും. കുടുംബത്തിൽ സന്തോഷം തിരിച്ചു വരും. കുറച്ചു കാലങ്ങളായി ദുഃഖങ്ങളും ദുരിതങ്ങളുമായി നിലനിന്ന കുടുംബങ്ങളിലേക്ക് സന്തോഷം തിരികെ വരും. പങ്കാളിയുടെ പേരിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് കൂടുതൽ ലാഭമുണ്ടാകും, കൂടുതൽ സന്തോഷമുണ്ടാകും, കൂടുതൽ ധനാഗമമുണ്ടാകും. വെള്ളിയാഴ്ചകളിൽ ഭഗവതി ക്ഷേത്രത്തിലോ മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവതി ക്ഷേത്രത്തിലോ മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതിനുപരി നെയ്വിളക്ക് കൂടി സമർപ്പിക്കുക. വെളുത്ത വസ്ത്രങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ ഉപയോഗിക്കുന്നത് ശുക്രഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതമായി ഭവിക്കും. അടുത്തത് മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശിയാണ്. ചിങ്ങക്കൂറുകാരുടെ രാശിനാഥനായിരിക്കുന്ന സൂര്യൻ 10ാം ഭാവത്തിലേക്ക് അഥവാ കർമ്മഭാവത്തിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ്. കരിയറിലൊക്കെ അതിശയിപ്പിക്കുന്ന മാറ്റവും വളർച്ചയുമാണ് ചിങ്ങക്കൂറുകാരായ നക്ഷത്രജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും പരീക്ഷകൾ എഴുതി വലിയ സ്ഥാനമാനാദികൾ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായും വിജയം സംഭവിക്കുക തന്നെ ചെയ്യും. 2026 മെയ് മാസത്തിലെ ഗ്രഹങ്ങളുടെ മാറ്റവും അനുഗ്രഹവും തീർച്ചയായും ചിങ്ങക്കൂറുകാരായ നക്ഷത്രജാതർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. പൂർവ്വ സ്വത്തുക്കളുമായിട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ തർക്കങ്ങളൊക്കെ അവസാനിക്കുകയും പൂർവ്വ സ്വത്ത് ലഭിക്കുകയും ചെയ്യും. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണിത്. തീർച്ചയായും ശ്രമിക്കുക, ശ്രമം നടക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വിസ സംബന്ധമായ തടസ്സങ്ങളെല്ലാം നീങ്ങും. ആഗ്രഹിക്കുന്ന പോലെ വിദേശങ്ങളിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ഞായറാഴ്ച തോറും രാവിലെ സൂര്യ നമസ്കാരം പരിശീലിക്കുക, ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക. ഇത് രണ്ടും ദോഷപരിഹാരമാണ്. അതുപോലെ തന്നെ അച്ഛനെ പോലെ പ്രായമുള്ള മുതിർന്നവർക്കോ ആഹാരമോ വസ്ത്രമോ സമ്മാനിക്കുക എന്നുള്ളതാണ് മറ്റൊരു ദോഷപരമായ വ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര പകുതി ചേരുന്ന കന്നിക്കൂറാണ് അടുത്തത്. കന്നിക്കൂറുകാരുടെ ഭാഗ്യനാഥനായിരിക്കുന്ന ബുധൻ അനുകൂലമായ സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നു. ഭാഗ്യഭാവത്തിലെ അനുകൂലമായ ഭാവം പൂർണ്ണമായും കന്നി രാശിക്കാരുടെ ഭാഗ്യ അനുഭവത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഭാഗ്യത്തിൻ്റെ ഉദയത്തിന് കാരണമാകും. ലോട്ടറി, ചിട്ടി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ ഭാഗ്യ പരീക്ഷണങ്ങളിൽ വലിയ വിജയം നേടിയെടുക്കാൻ കന്നിക്കൂറുകാർക്ക് കഴിയും. അപ്രതീക്ഷിതമായ ധനഭാഗ്യത്തിന് വിധിയുള്ളതുകൊണ്ടാണ് ലോട്ടറിയിലൂടെയും അതുപോലെ തന്നെ ചിട്ടി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയവയിലൂടെയുള്ള ധനം വന്നു ചേരാനുള്ള ഭാഗ്യം വരുന്നത്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും അത് നടന്നു കിട്ടും. അതുപോലെ തന്നെ ആഗ്രഹിച്ച സ്ഥാപനങ്ങളിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും വന്നു ചേരും. കന്നി രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ തലത്തിൽ വിജയമുണ്ടാകും. വിജയത്തിന് അനുസൃതമായി ആഗ്രഹിച്ച മേഖലകളിലേക്ക് തുടർ പഠനത്തിനുള്ള വഴിയും തെളിഞ്ഞു കിട്ടും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടാകും. കലാ, കായിക, രാഷ്ട്രീയ, സാമൂഹിക, മാധ്യമ രംഗങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായും ഉറപ്പിച്ച വിജയത്തിന് സാധ്യതയുണ്ട്. അംഗീകാരങ്ങൾക്ക് സാധ്യതയുണ്ട്. അവാർഡുകൾക്ക് സാധ്യതയുണ്ട്. ബുധനാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ സമർപ്പിക്കുക, തുളസിമാല സമർപ്പിക്കുക തുടങ്ങിയവ
ദോഷപരിഹാര മാർഗങ്ങളാണ്. എന്തെങ്കിലും ചെറുദോഷങ്ങളുണ്ടെങ്കിൽ പോലും പരിഹരിക്കുവാൻ ഇത് കാരണമാകും. വിദ്യാർത്ഥികൾ പഠന ഉപകരണങ്ങൾ ദാനം ചെയ്യുന്നതും ബുധഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകുന്നതിന് കാരണമാകും. തീർച്ചയായും ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് കന്നിരാശിക്കാരായ നക്ഷത്രജാതർക്ക് ഭാഗ്യം വീണ്ടും വീണ്ടും കൂടുക തന്നെ ചെയ്യും. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുക്കൂറ്. ധനുക്കൂറുകാരുടെ 7ാം ഭാവത്തിൽ രൂപം കൊള്ളുന്ന ലക്ഷ്മി നാരായണ യോഗം ഭാഗ്യദായകമാണ്. തീർച്ചയായിട്ടും ധനുക്കൂറുകാരുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വ്യവസ്ഥിതിയാണ് ലക്ഷ്മി നാരായണ യോഗത്താൽ വന്നു ചേരാൻ പോകുന്നത്. അവിവാഹിതരായി നിൽക്കുന്ന ധനുക്കൂറുകാരായിരിക്കുന്ന യുവതീ യുവാക്കൾക്ക് തീർച്ചയായിട്ടും വിവാഹ സാധ്യത വന്നുചേരും. ഉറപ്പായും ആ മംഗളകർമ്മം പൂർണ്ണമായും സന്തോഷത്തോടു കൂടി നടത്തുവാനും കഴിയും. വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി ആഹ്ലാദപരമായി വിവാഹ കർമ്മങ്ങളിൽ ഏർപ്പെടുവാൻ കഴിയും. പുതിയ വീട് വാങ്ങുക, പുതിയ വാഹനം വാങ്ങുക, ആഭരണാദികൾ ലഭിക്കുക, വസ്ത്രങ്ങൾ ലഭിക്കുക തുടങ്ങിയവയൊക്കെ ധനുക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് വന്നു ചേരുന്ന ഭാഗ്യങ്ങളാണ്. ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ ഓർഡറുകൾ, ഓഫറുകൾ എന്നിവയിലൂടെ വലിയ ലാഭം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. ആ സൗഹൃദങ്ങൾ നേട്ടങ്ങളായി പരിണമിക്കും. തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം, ചിട്ടി, അതുപോലെ തന്നെ നറുക്കെടുപ്പിൽ ഭാഗ്യദായകമായ അവാർഡുകൾ ലഭിക്കുക തുടങ്ങിയവയൊക്കെ ഉണ്ടാകും. അതായത് ചില സ്വർണ്ണക്കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം, അതാണ് അവാർഡുകൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ സംവിധാനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ ലഭിക്കും. നറുക്കെടുപ്പിലൂടെ ആ ഭാഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതൊക്കെ വന്നു ചേരും. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് വളരെ ഭാഗ്യദായകമായിരിക്കും. ദർശനം നടത്തി പാൽപ്പായസ വഴിപാട് കൂടി നടത്തിയാൽ അതീവ ഭാഗ്യം വന്നു ചേരും. വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും മഞ്ഞപ്പൂക്കൾ മഹാവിഷ്ണുദേവന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഭാഗ്യദായകമാണ്. അതുപോലെ തന്നെ സന്ധ്യാനേരങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഭാഗ്യദായകമാണ്. അപ്പോൾ തീർച്ചയായും 2026 മെയ് മാസത്തിൻ്റെ അവസാനത്തിൽ വന്നു ചേരുന്ന ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവങ്ങൾ ലഭിക്കുന്ന 5 രാശിക്കാർ എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. സമയങ്ങളിലൊക്കെ തീർച്ചയായും ക്ഷേത്രസന്നിധിയിലെത്തി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.